നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സിറ്റിംഗ് സീറ്റുകളിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. തൃക്കാക്കര, പെരുമ്പാവൂർ, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിലാണ് പുതിയ സ്ഥാനാർത്ഥി പരിഗണിക്കാനുള്ള സാധ്യത. തൃപ്പൂണിത്തുറ, പാലക്കാട് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കില്ല. തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസിനെ മാറ്റാൻ ചരടുവലി സജീവവുമാണ്. റോഷിപ്പാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപ്പാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃക്കാക്കരയായാലും പെരുമ്പാവൂരായാലും സുൽത്താൻ ബത്തേരി ആയാലും അതിൽ വിജയസാധ്യതയുള്ള പുതിയ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ആർക്കൊക്കെയാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത്? വിനിത, കോൺഗ്രസിനകത്ത് കുറച്ചു കാലമായി ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മാറ്റാൻ, സിറ്റിംഗ് MLA-മാരെ മാറ്റാനുള്ള ചരടുവലി സജീവമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിലെ തൃക്കാക്കരയാണ്. ഉമാ തോമസിനെ മാറ്റാനുള്ള നീക്കം കോൺഗ്രസിനകത്ത് സജീവമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് പെരുമ്പാവൂരിൽ നിന്നും എൽദോസ് കുന്നേപ്പള്ളിയെ മാറ്റാനും സുൽത്താൻ ബത്തേരിയുള്ള IC ബാലകൃഷ്ണൻ മാറ്റാനുള്ള നീക്കം. ഈ 3 സീറ്റുകളിൽ കോൺഗ്രസിനകത്ത് നിന്ന് ചരടുവലി സജീവമാകുമ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ കാര്യത്തിൽ തീരുമാനം ഏറെ വൈകാതെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം സിറ്റിംഗ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അധികം താമസിയാതെ തന്നെ പ്രഖ്യാപിക്കും. ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് സീറ്റിലെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിക്കുന്നത്. അതിനൊപ്പം തൃപ്പൂണിത്തറയിലെ നിലവിൽ MLA ആയ കെ ബാബു മത്സരരംഗത്തില്ലെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. പാലക്കാട് ലൈംഗികാതിക്രമ കേസിൽ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയതോടെ പകരം ഒരാളെ കണ്ടെത്തണം. അതേപോലെ തന്നെ കെ ബാബുവിന് പകരം ഒരാളെ കണ്ടെത്തണം. ഈ കാര്യത്തിൽ ഈ 2 സീറ്റുകളിലും പുതിയ സ്ഥാനാർത്ഥികൾ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മറ്റു 3 സീറ്റുകൾ, അത് സുൽത്താൻ ബത്തേരി, ഒപ്പം പെരുമ്പാവൂർ, അതിനൊപ്പം തന്നെ തൃക്കാക്കര, ഇങ്ങനെയുള്ള സീറ്റുകളിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി, അതിൽ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസിനകത്തു നിന്നുള്ള നീക്കങ്ങളാണ്. അതിൽ അവർ തന്നെ തുടരണമെന്ന് അഭിപ്രായപ്പെടുന്ന നേതാക്കളുമുണ്ട്. അതുകൊണ്ട് അന്തിമ തീരുമാനമെടുക്കുക കോൺഗ്രസ് ഹൈക്കമാൻഡായിരിക്കും. വിനീത, ശരി, റോഷിപ്പാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.